ഫ്ലിപ്കാർട്ട് ഓൺലൈനിൽ ഇതിന്റെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സ്പേസ് അതിനെ എങ്ങനെയാണ്? അതെ, അത് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ഇതിന് ഒരു നിയമം ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. പക്ഷേ എങ്കിലും അമേരിക്കൻ കമ്പനിയായ ആംവേ അതുപോലെയുള്ള ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ മാത്രം എത്രയോ 1000 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. ഹ്യൂജ്. ഇപ്പോഴും അവർ നമ്പർ 1 ആണ് വേൾഡ് വൈഡ്. ഇവിടെയുള്ള കോർപ്പറേറ്റ്സ് കോടികളും മുടക്കി ടിവിയും സ്റ്റാഫും മറ്റേതും സാലറി ആയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഇവർ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് 50,000 കോടി ഈസി ആയിട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും അറിയാലോ, ഒരു രാജ്യത്ത് വരുമ്പോൾ ഇവിടുത്തെ കൊമ്പന്മാരൊന്നും വെറുതെ ഇരിക്കില്ല, പണി കൊടുത്തു. ശരിയാണ്, ഇവരെ കഷ്ടകാലം നേരത്തിന് ഇതിനൊരു ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അങ്ങനെ ഒരു സംവിധാനം അന്നില്ല. അപ്പോൾ കുറേ പേരെ വിളിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ കുറേ ഡൂക്കിലി കമ്പനികളൊക്കെ പൊട്ടിപ്പോയി അതോടുകൂടെ. ആ സമയത്തൊക്കെ എനിക്കൊരു പാഷനുണ്ട്. ഞാൻ ട്രെയിനർ ഓൾസോ. അപ്പോൾ എനിക്ക് ഈ ട്രെയിനിങ്, നെറ്റ്വർക്ക്, ഡയറക്ട് സെല്ലിംഗ് എൻ്റെ ഒരു പാഷനാണ് ശരിക്കും. എങ്കിലും ഞാൻ അത് പിടിച്ചു നിൽക്കാൻ കാരണം താങ്കൾ പറഞ്ഞ പോലെ ഒരു നിയമമില്ലാത്തൊരു സാധനം